സർ, ഈ നെടുമങ്ങാട് ഒരു യൂട്യൂബർ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. മരണമൊഴിയിൽ ആ കുട്ടി പറയുന്നുണ്ട് അവളുടെ മരണത്തിന് മറ്റാരും ഉത്തരവാദികളല്ല. അങ്ങനെ ഒരു മരണമൊഴി ഉണ്ടായിട്ട് കൂടി ഒരു ആൺ സുഹൃത്തിനെ പോക്സോ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തു. ആ ഒരു കേസിന്റെ നിയമസാധുത എങ്ങനെയാണ് വരുന്നത്? സൂയിസൈഡ് നോട്ടിന്റെ ഒരു നിയമസാധുത എങ്ങനെയാണ് വരുന്നത്? ഈ നെടുമങ്ങാട് കേസിൽ ആ കുട്ടി മൈനറാണ്. അതുകൊണ്ട് തന്നെ ആ കുട്ടി എന്റെ മരണത്തിന് ആരും ഉത്തരവാദിയല്ല എന്നൊരു സൂയിസൈഡ് നോട്ട് എഴുതി വെച്ചത് കൊണ്ട് മാത്രം ഒരാൾ രക്ഷപ്പെടാൻ പോകുന്നില്ല. ഈ കുട്ടിയെ സെക്ഷലി എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടുണ്ടോ, ആ ഒരു കാര്യം ശരിയാണോ എന്നുള്ള വസ്തുത അന്വേഷണത്തിൽ മനസ്സിലാക്കി മറ്റ് തെളിവുകൾ ഉണ്ടെങ്കിൽ ഈ കുട്ടി എഴുതി വെച്ച ഒരു സൂയിസൈഡ് നോട്ട് മാത്രം കണക്കിലെടുത്ത് ഒരാളെ കുറ്റവിമുക്തനാക്കാൻ പറ്റില്ല. ഈ ഒരു കേസിൽ ശാസ്ത്രീയമായ തെളിവുകളുടെ അഭാവം ഉണ്ടാവില്ലേ സെക്ഷൽ ഓഫൻസ് നടന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ? ശാസ്ത്രീയമായ തെളിവുകൾ, ഈ കുട്ടിയുടെ ബോഡി ക്രീമേറ്റ് ചെയ്തതാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇനി ഒരു എക്സ്യൂം ചെയ്യാനുള്ള പോസിബിലിറ്റി ഒന്നും ഇല്ല. എന്നാലും മരണത്തിന് മുമ്പ് ഈ കുട്ടി ആരോടെങ്കിലും ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യൻ തെളിവ് നിയമം സെക്ഷൻ 32, അതായത് മരണമൊഴിയാകുന്ന മൊഴിയായി വരികയും ഈ യുവാവിനെതിരായിട്ടുള്ള തെളിവായി മാറുകയും ചെയ്യും.